ഹലോ ഗേസ്, വെൽക്കം ടു അവർ ചാനൽ സൗമ്യ ആൻഡ് കെ ഡി വേൾഡ്. എന്നൊരു ഔട്ടിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. അതായത് വീക്കെൻഡ് എന്ന് പറയുന്നത് ഇവിടെ അബുദാബിയിൽ വെള്ളിയാഴ്ചയും ശനിയും ഞായറുമാണ്. ഓരോരുത്തർക്ക് ഓരോ ഓഫീസിനനുസരിച്ചായിരിക്കും ലീവ് കൊടുക്കുക. ഇവിടെ നമ്മൾ കിച്ചോടിന് ഇവിടെ ശനിയാഴ്ചയാണ് ലീവ് കേട്ടോ. അന്ന് ശനിയാഴ്ചയാണ് നമ്മൾ പുറത്ത് പോകും, കാര്യങ്ങളും വല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നതൊക്കെ ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ വൈകുന്നേരം ഇവിടെ 6 മണിയായി. നമുക്ക് കുറച്ച് മീൻ വാങ്ങാൻ വേണ്ടി പുറത്ത് പോകാം കേട്ടോ. ഞാൻ കിച്ചോട്ടിട്ട് പോണത് ഇതാണ് ഞങ്ങൾ ഇരിക്കുന്ന ഫ്ലാറ്റ്. ഞാൻ ഡോറ് തുറന്ന് പോവുകയാണേ. കിച്ചോട്ടിനോടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ 11th ഫ്ലോറിലായിരിക്കുന്നത്. നമുക്കിന് താഴെ ഇറങ്ങണം. ഇന്നൊരു മീൻ മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ടാണ് റെഡിയായി പുറത്തിറങ്ങിയത്. നമ്മൾ അങ്ങനെയാണ് ഒരാഴ്ചക്കുള്ള മീൻ മൊത്തം വാങ്ങിച്ച് ഫ്രിഡ്ജിനകത്ത് കയറ്റും, അങ്ങനെയാണ് കേട്ടോ. പക്ഷേ പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടുത്തെ ചൂടെന്താണെന്ന് മനസ്സിലാക്കിയത്. നമ്മുടെ കയ്യിലാണെങ്കിൽ വണ്ടിയുമില്ല, വണ്ടി സർവീസിന് കൊടുത്തിരിക്കണം. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നമ്മുടെ പ്ലാനൊക്കെ മാറ്റി ലുലുവിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ ലുലു അടുത്തായിട്ടുള്ളത്, ആ കാണുന്നത് തന്നെയാണ് ലുലു. അതിന് മുമ്പായിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണേ. നമ്മുടെ അടുത്തായിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തൊരു കടയാണിത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടുത്തെ കടിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇടയിൽ ട്രൈ ചെയ്തായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്ത് ചൂട് കാരണം അകത്ത് കയറിയിരുന്നു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് ഒരു കടലയാണ്. നാട്ടിൽ അതേപോലത്തെ ടേസ്റ്റ് കിട്ടുന്നത്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ഈ കടലയ്ക്ക് എനിക്ക് കിട്ടിയിട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ അങ്ങനെ ആ കടലയൊക്കെ കഴിച്ച് ഒരു ചായ കുടിച്ചു. കിച്ചോട്ടൻ എന്തോ ബ്രെഡിൻ്റെ എന്തോ ഒരു സാധനം ഓർഡർ ചെയ്ത് ഞങ്ങൾ രണ്ടാളും അതൊക്കെ കഴിച്ചു കേട്ടോ. പുറത്ത് നല്ല ചൂടാണെന്ന്. അതിനകത്ത് കൂടെ ചൂട് ചായയും കൂടെ അടിച്ച് കയറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അടിച്ചൊക്കെ കയറ്റി പുറത്തിറങ്ങിയേ. നമ്മുടെ ലുലുവിലേക്ക് പോകാനുള്ള വഴിട്ടോ. ഒരുപാട് എൻട്രൻസ് ഉണ്ട് ഉള്ളിലേക്ക് കയറാൻ. ഇത് അതിലൊരു സൈഡാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അകത്ത് കയറിയപ്പോൾ തന്നെ എന്താ സുഖം. ഇവിടെ ഒന്നും AC ഇല്ലാതെ പറ്റില്ല കേസ്, അത്ര ഹ്യൂമിഡിറ്റിയാണ് പുറത്ത്. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് പിടിച്ചു കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് ലുലു ഉള്ളത്. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി നടക്കുകയാണേ. കുറച്ച് നടക്കുന്നതും ലുലു എത്തുന്നത്. ആ കാണുന്നത് തന്നെയാണ് ലുലു. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡൊക്കെ ഫുഡ് കോർട്ടാണ്. എല്ലാ തരത്തിലുള്ള ഫുഡും, KFC ആണെങ്കിലും ബർഗർ ആണെങ്കിലും ഏത് ഫാസ്റ്റ് ഫുഡും ആണെങ്കിലും അവിടെ കിട്ടും. നമ്മളൊരു കുഞ്ഞു ട്രോളി എടുത്തുള്ളൂ കേട്ടോ. അത്രയ്ക്കുള്ള സാധനം ആവശ്യമുള്ളൂ ഇപ്പോൾ. ഈ ഇടയിലാണ് നമ്മൾ വന്ന് എല്ലാം പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഒരു കുഞ്ഞു ട്രോളി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ പോയത് ഒരു ബ്രെഡ് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണേ. ഇതിൻ്റെ ഒരു കുഞ്ഞു ബ്രെഡ് ഉണ്ട്, അത് തപ്പി നടക്കണ്ട ഞാൻ. അത് കഴിഞ്ഞ് കേക്കിൻ്റെ ഭംഗി കണ്ടപ്പോൾ നോക്കാതിരിക്കാൻ വയ്യ. അങ്ങനെ കുറച്ച് കേക്കൊക്കെ പോയി നോക്കിട്ടോ. വാങ്ങിയൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒക്കെ എല്ലാം പോയി ഒന്ന് നോക്കിയിട്ട് വന്നു. പിന്നെ നമ്മുടെ എപ്പോഴും എടുക്കാവുന്ന സാധനം എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ബ്ലൂബെറി. ഞാൻ എടുത്തതൊരു കുഞ്ഞു ബ്ലൂബെറി ആയിപ്പോയി. പാക്കറ്റിൻ്റെ സൈസ് ഇത് തന്നെയായിരുന്നു, പക്ഷെ അതിനകത്തുള്ള ബ്ലൂബെറിയുടെ സൈസ് ഞാനെടുത്തത് കുഞ്ഞതായിപ്പോയി എന്ന് പറഞ്ഞു. എന്നിട്ട് ടീച്ചറ് വേറെ ഏതോ ഒരു സൈസ് എടുത്തു വന്നു. പിന്നെ അതൊക്കെ എടുത്ത് ഇത് 2 പിയേഴ്സ് എടുത്തു, 2 ഗ്രീൻ ആപ്പിൾ എടുത്തു. ഗ്രീൻ ആപ്പിൾ എനിക്കാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി ആപ്പിൾ. ഞാൻ 2 ഗ്രീൻ ആപ്പിൾ എടുത്തു. അങ്ങനെ അതും ഇട്ട് ഒരു വാട്ടർമെലനും കൂടി എടുക്കാൻ പോകണേ. അതിൻ്റെ ഒരു ചെറിയ പീസ് കൂടെ എടുത്തു കേട്ടോ. അടുത്ത നമ്മൾ പോയത് പച്ചക്കറി നോക്കാനാണ്. പച്ചക്കറി അത്ര വലിയ പച്ചക്കറി നമ്മൾ എടുക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ മീനെടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എല്ലാം കൂടി എടുത്തു കൂട്ടിയാൽ കേടുവന്ന പോയില്ലേ. അപ്പോൾ നമ്മൾ പച്ചക്കറിയിൽ വെണ്ടയ്ക്ക മാത്രം എടുത്തു. അതെല്ലാം മൂത്ത് കിടപ്പുമാണ്. നമ്മൾ അതിൽ നല്ലത് മാത്രം പൊട്ടിച്ച് നോക്കി എടുത്തു.
ഇടിയപ്പം എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ ശരവണയുടെ ഒരു ഇടിയപ്പം കൂടി എടുത്തു കേട്ടോ. അതാണ് പെട്ടെന്ന് നമുക്ക് ആവിക്കകത്ത് വെച്ചാൽ പെട്ടെന്ന് എമർജൻസിക്കൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഒരു ഇടിയപ്പം കൂടി എടുത്തു. പിന്നെ നമ്മുടെ മെയിൻ സെക്ഷനിലേക്ക് കടന്നു കേട്ടോ. മീൻ ഇല്ലാത്ത മീനിന് എല്ലാ മീനും ഉണ്ട്, അതുപോലെ തിരക്കും ഉണ്ടെന്ന്. വീക്കെൻഡ് അല്ലേ, നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളെന്നാലും അത്യാവശ്യം എല്ലാ മീനിൻ്റെയും വീഡിയോ ഇവിടെ കാണിക്കുന്നുണ്ടേ. ആവോലിയാണെങ്കിലും മത്തിയാണെങ്കിലും അയിലയാണെങ്കിലും എല്ലാ മീനും ഉണ്ട്. എല്ലാം നോക്കിയിട്ട് നമ്മൾ ഇന്നെടുത്തത് ഒരു തിലേപ്പിയും ഒരു സാൽമണും കേട്ടോ. സാൽമൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ മാത്രം കിട്ടുന്ന ഒരു മീനാണേ. നമ്മുടെ ശരീരത്തിന് അത്രയും നല്ല നല്ല മീനാണ്. അതിന് അതിൻ്റേതായ പ്രൈസും ഉണ്ട്. അടുത്ത സാൽമൺ നോക്കിക്കൊണ്ടിരിക്കുക. അതാണ് സാൽമൺ. പിന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഒരു മീൻ മുഴുവൻ എടുത്തു. ഒരു മീൻ മുഴുവനായിട്ട് കട്ട് ചെയ്ത് ബോക്സിനകത്താക്കി ഒരാഴ്ചക്ക് ഉള്ളതായി. അങ്ങനെ കട്ട് ചെയ്ത് അപ്പം തന്നെ അവരവിടെ എല്ലാം ചെയ്ത് തരും കേട്ടോ. ക്ലീൻ ചെയ്ത് വൃത്തിക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ തരും, ബോക്സിലാക്കി തരും. അങ്ങനെ നമ്മുടെ സാൽമൺ കിട്ടിയേ. സാൽമൺ കിട്ടിയിട്ടില്ല, അവർ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ കിട്ടിയില്ല. കണ്ട 75 ദറംസ്. 75 ദറംസ് പറയുമ്പോൾ ഏകദേശം നാട്ടിലെ 1800 രൂപയുടെ മീനാണ് അത്. പക്ഷെ അതിൻ്റെതായ ക്വാളിറ്റി ആ മീനിന് നമ്മുടെ ശരീരത്തിന് കിട്ടും. ആ മീനിനുണ്ട് ആ ക്വാളിറ്റി. പിന്നെ നമ്മൾ അടുത്തത് പോകുന്നത് ചിക്കൻ എടുക്കാനാണ് കേട്ടോ. എന്തൊക്കെ എത്ര വലിയ മീനാണോ എന്ന് വാങ്ങി വെച്ചാലും ചിക്കൻ കഴിക്കും പോലെ വരില്ലല്ലോ. എനിക്കങ്ങനെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ എടുക്കാൻ പോണേ. കിച്ചോട്ടെ ഇനി വഴക്ക് പറയാറുണ്ട്. എന്നാൽ ഞാൻ ചിക്കൻ എടുക്കാൻ പോയി കേട്ടോ. പാകിസ്ഥാൻ്റെ ആണെങ്കിലും ഒമാൻ്റെ ആണെങ്കിലും ഇന്ത്യയുടെ ആണെങ്കിലും എല്ലാ കൺട്രിയുടെയും ചിക്കൻ ഇവിടെ ഉണ്ട്. ഞാൻ നമ്മളെ ഇന്ത്യയുടെ തന്നെയാണ് കേട്ടോ എടുത്ത്. അല്ലെങ്കിൽ ലെഗ് പീസ് മാത്രം വരുന്ന ചിക്കൻ ആദ്യം എടുത്തത്. പിന്നെ എനിക്കത് ഇഷ്ടമില്ല. പിന്നെ ഞാനത് വെച്ച് എല്ലാ പാർട്ടും വരുന്ന ചിക്കൻ തന്നെ 1 കിലോൻ്റെ എടുത്തു. പിന്നെ നോക്കുമ്പോൾ ഐസ്ക്രീമിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് തന്നെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചുമ്മാ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ പോയി ഒന്ന് നോക്കി. പക്ഷെ എനിക്കതൊന്നും ഇഷ്ടമില്ല. പിന്നെ എപ്പോഴും എടുക്കാവുന്ന ഐസ്ക്രീം തന്നെ തപ്പി നടക്കുക കേട്ടോ. ലണ്ടൻ ഡെയറിയുടെ ഒരു ഐസ്ക്രീം തന്നെ നമ്മളെടുത്തു. വാനില എല്ലാ ഐസ്ക്രീമും അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഓഫറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. പക്ഷെ നമ്മൾ എന്നും എടുക്കാവുന്ന ഐസ്ക്രീം തന്നെ എടുത്തിട്ട് വന്നു കേട്ടോ. പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ ഒരു താരം വരുന്നുണ്ട്. താരത്തിനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ ബാഗ് വാങ്ങാൻ വേണ്ടി പോവാണേ. അതായത് നമ്മുടെ നെയ്ബറാണ്. അവൾ നാട്ടിലേക്ക് പോയിരിക്കുന്നത്. ഇവിടെ വെക്കേഷൻ ആണല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏപ്രിൽ മെയ്യിലൊക്കെ വെക്കേഷൻ പോലെ ഇവിടെ ഇപ്പോഴാണല്ലോ ചൂട്. അപ്പോൾ ഇപ്പോഴാണ് ഇവിടെ വെക്കേഷൻ. അപ്പോൾ അവൾ നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. തിരിച്ചു വരികയാണ്. നാളെ മറ്റന്നാൾ തിരിച്ചു വരണം. അപ്പോൾ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മളൊരു ബാഗ് വാങ്ങാൻ വേണ്ടി പോവാണേ. ഈ സെക്ഷനിൽ കയറിയാൽ എവിടെയില്ലാത്ത ഓട്ടോ ആയിരിക്കും എനിക്ക്. ഓടി ഓടി എല്ലാ ബാഗും പേഴ്സും. നമ്മളെ പെൺപിള്ളേരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലേ. നിങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനങ്ങനെയാണ് കേട്ടോ. എല്ലാം പോയി നോക്കും. വാങ്ങിയില്ലെങ്കിലും എല്ലാം നോക്കാൻ ഇഷ്ടം. അപ്പം എല്ലാം പോയി നോക്കും. അതൊക്കെ നോക്കി അവിടെ വെച്ചു. എന്നിട്ട് അവൾക്കുള്ള ബാഗ് വാങ്ങാൻ പോവാണേ. ഒരുപാട് ബാഗ് ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം നോക്കി ഞങ്ങൾക്ക് ഇഷ്ടമായത് ഒരു ബ്ലൂ കളർ ബാഗായിരുന്നു. അതെന്നെ എടുത്തു കേട്ടോ. ഇതാ എടുത്തത്. അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ ഒരു ബാഗായിരുന്നു എടുത്തത്.
നമ്മളതൊക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂൾ സേവർ, അതായത് എല്ലാ സാധനങ്ങളും ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു സെക്ഷൻ കണ്ടു. അവിടെ പോകുന്നു നമ്മുടെ കുഞ്ഞൂസ്. കിച്ചോണ്ടെ കണ്ടതും കുഞ്ഞൂസിൻ്റെ താളം തെറ്റി. അവൻ ഒരേ ഡാൻസ് ആയിരുന്നു. സന്തോഷം കൊണ്ട് അവൻ തുള്ളി ചാടുമായിരുന്നു ഞങ്ങളെ കണ്ടിട്ട്. പിന്നെ ഇവിടെ അവനെ നിർത്തിയ ശരിയായെന്ന് പറഞ്ഞ ചിത്രചേച്ചി പെട്ടെന്ന് തന്നെ അവനെ എടുത്തിട്ട് ഓടി. പിന്നെ നമ്മൾ ആ സ്കൂൾ സേവറിനകത്ത് കയറി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. എല്ലാം നല്ല ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അപ്ലൈ സെലക്ട് ചെയ്ത ബാഗിൻ്റെ അത്ര ഏതും എനിക്ക് ഇഷ്ടമായില്ല അവിടെ നിന്ന്. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു കേട്ടോ. ആ ബാഗ് തന്നെ എടുത്തിട്ട് തിരിച്ചു വന്നു. തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണേ. നമ്മൾ എടുത്ത സാധനങ്ങളുടെ എല്ലാം ബില്ലടിച്ചിട്ട് പുറത്ത് പോകാൻ നിൽക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. വീക്കെൻഡിൽ ഇതാ വന്ന പ്രശ്നം. അത്ര തിരക്കുണ്ടാവും. മതിയായി. അത്ര ക്യൂ നിന്നു ബില്ലടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാഗിൻ്റെയും എല്ലാ സാധനത്തിൻ്റെയും ബില്ലടിച്ച് നമ്മൾ പുറത്തിറങ്ങാൻ നിൽക്കുക. ഇടയിൽ ഇവിടെ പ്ലാസ്റ്റിക് ബാഗൊക്കെ നിരോധിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വീണ്ടും അത് ഇവിടെ പ്ലാസ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വാങ്ങിച്ച സാധനങ്ങളെല്ലാം നമ്മൾ കവറിലേക്ക് കയറ്റി ബില്ല് ഓടിച്ച് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങുകയാണേ. താഴത്തെ ഫ്ലോറിലെത്തി. ഇതാണ് നമ്മുടെ പബ്ലിക് സ്ക്വയർ. നമ്മളെല്ലാം യോഗയാണെങ്കിലും പെട്ടെന്ന് നമ്മൾ ഒന്ന് റിലാക്സ് ആകാൻ വന്നിരിക്കുന്നതൊക്കെ ഇവിടെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ പുറത്തിറങ്ങി. ഇറങ്ങിയത് ഒരു ചൂടുണ്ടായിരുന്നു. ഇത്ര നേരത്തെ സുഖം എല്ലാം പോയി. വീണ്ടും അതേ ഹ്യൂമിഡിറ്റി ആയി. 2 കവറിൽ സാധനങ്ങളായിട്ട് കിച്ചോട്ട് നടക്കുക. നമ്മളിതാ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബിൽഡിങ്. ആ ബ്ലൂ കളറില്ലേ, അതാണ് കറാച്ചി ബിൽഡിങ്. നമ്മളതിൽ 11th ഫ്ലോറിലായിരിക്കുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ നടക്കുക. അത്ര ചൂടുണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഓടി കയറുകയാണ് അകത്തേക്ക്. അങ്ങനെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറി തന്നെ ലിഫ്റ്റ് മേലേക്ക് പോകാൻ നിൽക്കുക. നമ്മൾ ഓടി കയറി പെട്ടെന്ന് തന്നെ കയറി. അങ്ങനെ നമ്മുടെ ഫ്ലോർ എത്തിട്ടോ. 11th ഫ്ലോറാണ്. അത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എന്ത് തെറ്റുണ്ടെങ്കിലും എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.